ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോക ചരിത്രത്തിൽ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചരിത്രമായതുകൊണ്ട് തന്നെ ബോറടിക്കാതിരിക്കണമെങ്കിൽ ഇതൊരു കഥ പോലെ കൃത്യമായി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഞാനൊരു കഥ പോലെ തന്നെയായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ അതേ രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായ വിഷയമായി മാറില്ല. നിങ്ങൾക്ക് കൃത്യമായി ഇത് ഓർത്തിരിക്കുവാനും PSC പരീക്ഷയുടെ ചോദ്യങ്ങളിൽ കൃത്യമായി ആൻസർ ചെയ്യുവാനും കഴിയും. ശരി, അപ്പോൾ നമുക്ക് റഷ്യൻ വിപ്ലവത്തിലേക്ക് കടക്കാം. റഷ്യൻ വിപ്ലവം നിങ്ങൾ കാണുന്നുണ്ട്. വർഷം 1917 റഷ്യൻ വിപ്ലവം നടന്നത്. ആദ്യം അത് വ്യക്തമായി ഓർത്തിരിക്കുക. റഷ്യയിലെ വിപ്ലവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കുക, റഷ്യയിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് സർ ചക്രവർത്തിമാർ എന്ന പേരിലാണ്. അതിൽ റഷ്യൻ വിപ്ലവം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഭരണാധികാരിയായിരുന്നു നിക്കോളാസ് രണ്ടാമൻ എന്ന ഭരണാധികാരി. ആരാണ്? സർ നിക്കോളാസ് രണ്ടാമൻ. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റഷ്യൻ വിപ്ലവത്തിന് 2 ഘട്ടങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? റഷ്യൻ വിപ്ലവത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്താണ്? ഈ സർ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിലെ ഒരു തലവനായ കെരൻസ്കി എന്ന നേതാവ് അധികാരത്തിൽ വരുന്ന ഒന്നാം ഘട്ടം. അതാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായ ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ഫെബ്രുവരി വിപ്ലവമാണ്. അവിടെ എന്ത് സംഭവിച്ചു? കൃത്യമായി ശ്രദ്ധിക്കുക. സർ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് കെരൻസ്കി എന്ന ആൾ അധികാരത്തിൽ വരുന്നു. അത് ഒന്നാം ഘട്ടം. എന്നാൽ ഈ രാജവംശത്തിൻ്റെ ഭരണത്തെ മാറ്റിയെങ്കിലും വളരെ നല്ല രീതിയിൽ ഭരണം നടത്താൻ കെരൻസ്കി ഭരണകൂടത്തിന് കഴിയാത്തതുകൊണ്ട് അവരെ അട്ടിമറിച്ചുകൊണ്ട് ലെനിൻ എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ ഭരണം പിടിച്ചെടുക്കുന്ന 2ാം ഘട്ടം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അതാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, റഷ്യൻ വിപ്ലവത്തിന് 2 ഘട്ടമുണ്ട്. ഒന്ന് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്ന 1ാം ഘട്ടവും ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്ന 2ാം ഘട്ടവും. ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാൻ. അപ്പോൾ നോക്കിക്കേ, വ്യക്തമായി ശ്രദ്ധിച്ചിരിക്കുക. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവത്തിന് എത്ര ഘട്ടമുണ്ട്? 2 ഘട്ടം. 1ാം ഘട്ടവും 2ാം ഘട്ടവും. ഇതിൽ 1ാം ഘട്ടം അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നും 2ാം ഘട്ടം അറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം എന്നാണ്. പഠിച്ചേ. ഇനി 1ാം ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? സർ ഭരണത്തിനെ അട്ടിമറിച്ചുകൊണ്ട് കെരൻസ്കി എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ഭരണം പിടിച്ചെടുക്കുന്നു. എന്നാൽ കെരൻസ്കിയുടെ ഭരണം നല്ലതാവാത്തത് കൊണ്ടാണ് 2ാം ഘട്ടം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. അതിനെ ബോൾഷെവിക് വിപ്ലവം എന്നും വിളിക്കുന്നു. അത് നമ്മൾ എന്താണെന്ന് പഠിക്കും. അവിടെ കെരൻസ്കിയുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ലെനിൻ്റെ നേതൃത്വത്തിൽ പുതിയ ക്യാബിനറ്റ് വന്ന് ഭരണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന് എത്ര ഘട്ടങ്ങളുണ്ട്? 2 ഘട്ടങ്ങളാണ്. ആദ്യം ബേസാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് വേറൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? റഷ്യൻ വിപ്ലവം നടന്നത് 1917. റഷ്യൻ വിപ്ലവത്തിന് 2 ഘട്ടങ്ങളുണ്ട്. സർ ഭരണത്തെ പുറത്താക്കിക്കൊണ്ട് കെരൻസ്കി അധികാരം പിടിച്ചെടുക്കുന്ന ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്ന 1ാം ഘട്ടം, കെരൻസ്കിയുടെ അധികാരത്തെ അട്ടിമറിച്ചുകൊണ്ട് ബോൾഷെവിക് നേതാവായ ലെനിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒക്ടോബർ വിപ്ലവമാണ് 2ാം ഘട്ടം. ശരി, ഇനി നമ്മൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങളിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ട് ഈ വിപ്ലവങ്ങൾ നടന്നു? ശരി, റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ കഥ പോലെ പഠിച്ചു വരണേ. ഒന്നാമത്തെ കാരണം, സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റഷ്യയിൽ 1917 വിപ്ലവം നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർ ചക്രവർത്തിമാർ എന്ന് അവിടുത്തെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നു. ഇവരുടെ രാജവംശം റൊമനോവ് എന്ന് പറയുന്ന രാജവംശമാണ്. അപ്പോൾ ഞാൻ ഇവിടെ 3 വ്യക്തികളുടെ ഫോട്ടോ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആളുടെ പേര് നിക്കോളാസ് രണ്ടാമൻ എന്നാണ്. ശ്രദ്ധിക്കണേ, നിക്കോളാസ് രണ്ടാമൻ. ഇദ്ദേഹമാണ് സർ ചക്രവർത്തി ആ സമയത്ത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അലക്സാണ്ട്ര. ചക്രവർത്തിയുടെ ഭാര്യ സാറിന എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്. സാറിന എന്നറിയപ്പെടും, പക്ഷെ അവരുടെ പേര് അലക്സാണ്ട്ര എന്നാണ്. മൂന്നാമത്തെ ഒരാളുടെ പേര് റാസ്പുടിൻ എന്നാണ്. അപ്പോൾ റാസ്പുടിനെ വിളിക്കുന്നത് തെമ്മാടിയായ സന്യാസി അല്ലെങ്കിൽ കപട സന്യാസി എന്നറിയപ്പെടുന്ന ആളാണ് ഈ റാസ്പുടിൻ. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഭരണം റഷ്യൻ വിപ്ലവത്തിന് കാരണമായത്? നിക്കോളാസ് രണ്ടാമൻ ഒരു കഴിവുകെട്ട ഭരണാധികാരിയായിരുന്നു. സർ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അലക്സാണ്ട്ര. ഇവരുടെ
ഒരു മകന് ഹിമോഫീലിയ എന്ന അസുഖമുണ്ടായി. അവർ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടും ആ ഹിമോഫീലിയ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് കൊട്ടാരത്തിലേക്ക് ഒരു ദിവ്യൻ എന്ന പേരിൽ റാസ്പുടിൻ എന്ന സന്യാസി എത്തുന്നത്. അതായത് അദ്ദേഹത്തിന് ദിവ്യശക്തിയുണ്ട്, ഈ അസുഖം മാറ്റിക്കൊടുക്കാം എന്ന പേരിൽ റാസ്പുടിൻ കൊട്ടാരത്തിലെത്തുകയും ഇവരുടെ ആ മകന്, ഇളയ മകന് ഉണ്ടായിരുന്ന ഹിമോഫീലിയ അസുഖം ഈ റാസ്പുടിൻ ഭേദമാക്കുകയും ചെയ്തു. തുടർന്ന് ഈ നിക്കോളാസിനും അലക്സാണ്ട്രയ്ക്കും റാസ്പുടിനുള്ള വിശ്വാസം കൂടുകയും ഭരണകാര്യങ്ങളിൽ റാസ്പുടിൻ്റെ സ്വാധീനം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. ഇദ്ദേഹം വ്യക്തിപരമായി വളരെ മോശം സ്വഭാവമുള്ള ഒരാളായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് കടക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ നിക്കോളാസ് രണ്ടാമൻ കഴിവുകെട്ട ഭരണാധികാരി ആയിരുന്നതും അലക്സാണ്ട്രയുടെയും റാസ്പുടിൻ്റെയും നേതൃത്വത്തിൽ നടന്ന അഴിമതിയും സ്വജനപക്ഷപാതവും റഷ്യയിലെ വിപ്ലവങ്ങൾക്ക് കാരണമായി. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഒന്നാമത്തെ കാരണം സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം, അലക്സാണ്ട്ര നിക്കോളാസ് രണ്ടാമൻ്റെയും റാസ്പുടിൻ്റെയും നേതൃത്വത്തിൽ നടന്ന സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ ഭരണമാണ്. തെറ്റിക്കരുത്, പരീക്ഷയ്ക്ക് ചോദിക്കും. തെമ്മാടിയായ സന്യാസി എന്നും കപട സന്യാസി എന്നും അറിയപ്പെട്ടിരുന്ന റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ പേരാണ് റാസ്പുടിൻ. റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്തെ സർ ചക്രവർത്തിയാണ് നിക്കോളാസ് രണ്ടാമൻ. നിക്കോളാസ് രണ്ടാമൻ്റെ ഭാര്യയാണ് അലക്സാണ്ട്ര. അപ്പോൾ ഒന്നാമത്തെ റീസൺ പിടികിട്ടി. ശരി, രണ്ടാമത്തെ റീസൺ റഷ്യയിലെ സാമ്പത്തിക സാമൂഹിക കാരണങ്ങൾ. അതായത് റഷ്യയിലെ ജനവിഭാഗങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് അന്ന് രണ്ടായി തരംതിരിക്കാൻ കഴിയും. ഒന്ന്, ഭരിക്കുന്നവർ. അവരുടെ ജീവിതം സുഖലോലുപതയിലായിരുന്നു. അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾക്കോ ലക്ഷറീസിനോ ഒരു കുറവുമില്ല. അവർ വളരെ നല്ല രീതിയിൽ ഭരിച്ചിരുന്നു. എന്നാൽ ഭരിക്കപ്പെടുന്നവർ, അതായത് സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും നേരിട്ടിരുന്നത് വലിയ പ്രതിസന്ധികളാണ്. കാരണം വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് റഷ്യയിലെ കാർഷിക മേഖല അല്പം താഴോട്ട് പോവുകയും എന്നാൽ വ്യാവസായിക മേഖല ഉയർന്നു വരികയും ചെയ്തു. വ്യവസായങ്ങൾ ഉദയം ചെയ്തു റഷ്യയിൽ. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ വ്യവസായങ്ങളുടെ അല്ലെങ്കിൽ അവിടെ ആരംഭിച്ച ഫാക്ടറികളുടെ ഓണർഷിപ്പ് മുഴുവനും റഷ്യയ്ക്ക് പുറത്തുള്ള ആളുകളുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതത്തിന്, തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിലെ ഉടമസ്ഥർ ബോധവാന്മാരല്ലാത്തത് കൊണ്ട് തന്നെ തൊഴിലാളികൾ കുറഞ്ഞ കൂലിയിൽ പണിയെടുക്കുകയും അവരുടെ ജീവിതം വളരെ കഷ്ടത്തിലാവുകയും ചെയ്തു. അതേസമയം കർഷകർ നേരിട്ട പ്രതിസന്ധി, കാർഷിക മേഖല താഴോട്ട് പോയതും കൃഷി ചെയ്യുന്ന കർഷകർക്ക് വലിയ രീതിയിൽ ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വന്നതും അവർക്ക് ഒരു ബാധ്യതയായിട്ട് മാറി. അങ്ങനെ കർഷകരും തൊഴിലാളികളും നേരിട്ട പ്രതിസന്ധിയാണ് റഷ്യൻ വിപ്ലവത്തിലേക്ക് വഴിതെളിച്ച രണ്ടാമത്തെ കാരണം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ മൂന്നാമത്തെ കാരണം, കർഷകരും തൊഴിലാളികളും ബുദ്ധിമുട്ട് നേരിട്ടുവെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ മുൻപോട്ട് വന്നത് ആദ്യകാലങ്ങളിൽ കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ബുദ്ധിജീവികളാണ്. ആ ബുദ്ധിജീവികളുടെ ആശയങ്ങളും അവരുടെ എഴുത്തുകളും റഷ്യൻ വിപ്ലവത്തിന് കാരണമായി. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ലെനിൻ, ടോൾസ്റ്റോയ്, മാക്സിം ഗോർക്കി തുടങ്ങിയവർ. 10ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ റഷ്യൻ വിപ്ലവം ആരംഭിക്കുന്നത് മാക്സിം ഗോർക്കി എഴുതിയ അമ്മ എന്ന കൃതിയുടെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിനി പഠിക്കും അമ്മ എന്ന കൃതി രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. അപ്പോൾ ഭൗതിക കാരണങ്ങൾ, സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരെ പോരാടുന്നതിന് ഇവർ ഉൾപ്പെടുന്ന റഷ്യൻ ചിന്തകന്മാർ റഷ്യൻ ജനതയെ ഏറെ സഹായിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ 3 കാരണം വ്യക്തമായി പഠിക്ക്. ഒന്നാമത്തെ കാരണം സർ ചക്രവർത്തിമാരുടെ ദുർഭരണം. 2, കർഷകരും തൊഴിലാളികളും ഉൾപ്പെടുന്ന സാധാരണ വിഭാഗങ്ങൾ നേരിട്ട സാമ്പത്തിക സാമൂഹിക കാരണങ്ങൾ. 3, ഭൗതിക കാരണങ്ങൾ. ഇതാണ് വിപ്ലവപൂർവ റഷ്യയിലെ അവസ്ഥ, വിപ്ലവത്തിന് മുമ്പുള്ള റഷ്യയുടെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യത്തിൽ തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ റഷ്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനയാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. 1898 തൊഴിലാളികൾ നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു തൊഴിലാളി സംഘടനയാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി 1898. പിന്നീട് ആ പാർട്ടി 1903 പിളരുന്നു. 1903 പിളർന്നപ്പോൾ അത് 2 വിഭാഗമായിട്ട് മാറി. ഒന്ന് മെൻഷെവിക് എന്ന വിഭാഗവും 2 ബോൾഷെവിക് എന്ന വിഭാഗവും. പേര് എന്താണ്? മെൻഷെവിക്കും ബോൾഷെവിക്കും. അതിൽ മെൻഷെവിക്കിൻ്റെ നേതാവാണ് കെരൻസ്കി,
മറ്റൊരു നേതാവ് പ്ലഗനോവ്. എഴുതി പഠിക്കണേ, മറന്നുപോവും, എഴുതി പഠിക്കണേ. കെരൻസ്കിയും പ്ലഗനോവും. ബോൾഷെവിക്കുകളുടെ നേതാവ് ലെനിനും ട്രോട്സ്കിയും. ബോൾഷെവിക് നേതാവ് ലെനിനും ട്രോട്സ്കിയും. മെൻഷെവിക് നേതാവ് കെരൻസ്കിയും പ്ലഗനോവ്. 903 പാർട്ടി രണ്ടായിട്ട് വിഭജിച്ചുവെങ്കിലും ഇവരുടെ ലക്ഷ്യം സർഭരണത്തിൻ്റെ അഴിമതി നിർത്തലാക്കുക, സർഭരണത്തെ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു റഷ്യൻ വിപ്ലവത്തിൻ്റെ ഗതി. ഇപ്പോഴത്തെ സാഹചര്യമെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. ഇത്രയും ബുദ്ധിമുട്ടുകൾ കർഷകരും തൊഴിലാളികളും നേരിടുന്ന പ്രതിസന്ധികളും തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധങ്ങളും അഴിമതി ഭരണവും സാമ്പത്തികമായി സാമൂഹികമായി റഷ്യ നേരിടുന്ന ബുദ്ധിമുട്ടുകളും നിലനിൽക്കെ തന്നെ റഷ്യ 1905 ജപ്പാനുമായി യുദ്ധം ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, റഷ്യയുടെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി അറിയാം. എന്നിട്ടും 1905 ജപ്പാനോട് റഷ്യ യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ റഷ്യ തോൽക്കുകയും ചെയ്യുന്നു. റഷ്യ തോറ്റു 1905. അപ്പോൾ 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുന്നു. തൊഴിലാളികൾ അതിനെതിരെ പ്രതികരിക്കുന്നു. 1905 ജനുവരി 22. ഇത് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമുള്ള ഡേറ്റ് ആണ്. റഷ്യൻ കലണ്ടർ നമ്മളേക്കാൾ പിറകിലാണ്. അവരുടെ ഡേറ്റ് ആണെങ്കിൽ ജനുവരി 9 വരും. ഇതാണ് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ്. അപ്പോൾ ഒന്നുകിൽ ജനുവരി 22 കാണും, അല്ലെങ്കിൽ ജനുവരി 9 കാണും. നിസ്സാരമായിട്ട് കാണരുത്. റഷ്യ ജപ്പാനോട് യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന നഗരത്തിൽ റഷ്യയിൽ ഒരു പ്രകടനം നടത്തുന്നു. ആ പ്രകടനത്തിന് നേരെ വെടിവെക്കുന്നു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുന്നു. ഇതിനെ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ PSCയുടെ ചോദ്യം, രക്തരൂക്ഷിതമായ ഞായറാഴ്ച നടന്നത് എവിടെ? റഷ്യയിൽ. രക്തരൂക്ഷിതമായ ഞായറാഴ്ച നടന്നത് എവിടെ? റഷ്യയിൽ. പക്ഷേ നമുക്കറിയാം റഷ്യൻ വിപ്ലവം 917 ഇത് 905. രക്തരൂക്ഷിതമായ ഞായറാഴ്ച 1905. പിന്നെ എന്താണ് റഷ്യൻ വിപ്ലവവുമായി ഇതിനുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ, റഷ്യൻ വിപ്ലവത്തിൻ്റെ നായകനായ ലെനിൻ ഒരിക്കൽ പ്രസ്താവിച്ചു, ഈ രക്തരൂക്ഷിതമായ ഞായറാഴ്ചയാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുന്നൊരുക്കം. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. സാമ്പത്തികമായും സാമൂഹികമായും ഭരണപരമായും വളരെ മോശം അവസ്ഥയിലായിരുന്ന റഷ്യ 1905 ജപ്പാനോട് യുദ്ധം ചെയ്തു തോൽക്കുകയും അതിനെതിരെ വളരെ സമാധാനപരമായി നടത്തിയ തൊഴിലാളികളുടെ പ്രകടനത്തിനെതിരെ നിക്കോളാസ് രണ്ടാമൻ്റെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100ഓളം ആളുകൾ അതിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഈ സംഭവം എന്തു പേരിൽ അറിയപ്പെടുന്നു? രക്തരൂക്ഷിതമായ ഞായറാഴ്ച. ഇതിനെ ലെനിൻ വിശേഷിപ്പിച്ചത് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുന്നൊരുക്കം എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് 905. അപ്പോൾ എന്തു സംഭവിച്ചു? ഈ രക്തരൂക്ഷിതമായ ഞായറാഴ്ചയെ തുടർന്ന് പ്രതിഷേധങ്ങൾ വീണ്ടും ശക്തമായി. അവിടെ സർ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യാൻ ചെറിയ ചെറിയ തൊഴിലാളി സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടു തുടങ്ങി. അവരറിയപ്പെട്ടിരുന്ന പേര് സോവിയറ്റുകൾ എന്നാണ്. എന്താണ് പേര്? സോവിയറ്റുകൾ. സർ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യാൻ സോവിയറ്റുകൾ രൂപപ്പെട്ടു തുടങ്ങി. നിക്കോളാസ് രണ്ടാമന് കാര്യം മനസ്സിലായി, ജനങ്ങൾ ഭരണകൂടത്തിനെതിരാണ്. തൽക്കാലം ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ, വിമർശകരുടെ വായടയ്ക്കാൻ, പ്രതിഷേധക്കാരുടെ സ്വരം അമർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹം പുതിയൊരു പാർലമെൻറ്റ് രൂപീകരിക്കാം എന്ന് സമ്മതിച്ചു. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന ഒരു പാർലമെൻറ്റ് രൂപീകരിച്ചുകൊണ്ട് താൽക്കാലിക ശാന്തി നേടിയെടുക്കാം എന്ന് നിക്കോളാസ് രണ്ടാമൻ വിചാരിക്കുകയും അങ്ങനെ അദ്ദേഹം ഒരു പാർലമെൻറ്റ് കൊണ്ടുവരികയും ചെയ്തു. ആ പാർലമെൻറ്റ് അറിയപ്പെടുന്ന പേര് ഡ്യൂമ എന്നാണ്. എന്താണ് പേര്? ഡ്യൂമ. ഡ്യൂമ ഏതു രാജ്യത്തെ പാർലമെൻറ്റാണ്? റഷ്യ. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിയമനിർമ്മാണം നടത്താൻ വേണ്ടി റഷ്യയിൽ നിക്കോളാസ് രണ്ടാമൻ സ്ഥാപിക്കുന്ന പാർലമെൻറ്റായിരുന്നു ഡ്യൂമ. പക്ഷെ നമുക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഡ്യൂമ എന്നാണ്. എന്നാൽ ഈ അനുവാദം നിക്കോളാസ് രണ്ടാമൻ കൊടുത്തുവെങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം 2 ക്ലോസുകൾ ചേർത്തിരുന്നു. ഒന്ന്, പാർലമെൻറ്റ് പാസ്സാക്കുന്ന അഥവാ ഡ്യൂമ പാസ്സാക്കുന്ന നിയമങ്ങൾ വേണമെങ്കിൽ സർ ചക്രവർത്തിക്ക് ക്യാൻസൽ ചെയ്യാം. അവർ നിയമം നിർമ്മിച്ചോട്ടെ, പക്ഷേ ഒരു നിയമം ചക്രവർത്തിക്ക് താല്പര്യമില്ല എങ്കിൽ അത് റദ്ദ് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ ഡ്യൂമയെ തന്നെ പിരിച്ചുവിടാനുള്ള അധികാരം ചക്രവർത്തിക്ക് ഉണ്ടായിരിക്കും.
ഒന്നാലോചിച്ച് നോക്കൂ. അതായത് ദ്യൂമയ്ക്ക് നിയമം നിർമ്മിക്കാം, പക്ഷെ ചക്രവർത്തിക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ നിയമം ക്യാൻസൽ ചെയ്യാം. വേണമെങ്കിൽ ദ്യൂമയെ തന്നെ എന്ത് ചെയ്യാം, പിരിച്ചുവിടാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് 905 രക്തരൂക്ഷിതമായ ഞായറാഴ്ചയ്ക്ക് ശേഷം സോവിയറ്റുകൾ രൂപീകരിക്കപ്പെടുന്നു. എന്താണ് സോവിയറ്റുകൾ? കൗൺസിൽ എന്നാണ് അർത്ഥം. സമരം നടത്താൻ രൂപീകരിച്ച തൊഴിലാളി സംഘടനകളാണ് സോവിയറ്റുകൾ. ഓക്കെ. നെക്സ്റ്റ് ഡ്യൂമ, റഷ്യയുടെ പാർലമെന്റ് 1905 രൂപീകരിച്ചു. എന്നിട്ട് പിന്നീട് കുറേ വർഷം ഇതുപോലെ മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. റഷ്യയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ കഥ പോലെ പഠിച്ചു വരെയാണ്. ഇത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആരെതിർത്തു? ദ്യൂമ എതിർത്തു. ഒരു കാരണവശാലും നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കരുതെന്ന് ദ്യൂമ തീരുമാനം അറിയിച്ചു. ഈ തീരുമാനത്തോട് നിക്കോളാസ് രണ്ടാമൻ എതിർപ്പായിരുന്നു. ആ തീരുമാനവും ക്യാൻസൽ ചെയ്തു. ദ്യൂമയും നിക്കോളാസ് രണ്ടാമൻ പിരിച്ചുവിട്ടുകൊണ്ട് 1914 സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഈ യുദ്ധത്തിൽ ജർമ്മനിയുമായുള്ള ഏറ്റുമുട്ടലിൽ റഷ്യക്ക് വൻ നാശനഷ്ടം സംഭവിച്ചു. അപ്പം ജർമ്മനിയോട് തന്നെ റഷ്യക്ക് എതിർപ്പായി. ജർമ്മൻ വാക്കുകളായ സെന്റ് ബർഗ് തുടങ്ങിയ പദങ്ങൾ വരുന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന റഷ്യയിലെ സ്ഥലത്തിൻ്റെ പേര് പോലും ഈ നിക്കോളാസ് രണ്ടാമൻ മാറ്റി പെട്രോഗ്രാഡ് എന്നാക്കി. അതായത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സെന്റ് ബർഗൊക്കെ ജർമ്മൻ വേർഡ്സ് ആണ്. അപ്പോൾ ജർമ്മനിയോട് അത്രമാത്രം വെറുപ്പ് നിക്കോളാസ് രണ്ടാമൻ ഉണ്ടാവുകയും സെന്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ പേര് വരെ മാറ്റുകയും ജർമ്മനിയിൽ നിന്നുള്ള കപ്പലുകൾക്ക് റഷ്യയിൽ വ്യാപാരം നടത്താനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തു നിക്കോളാസ് രണ്ടാമൻ. ഇതിൻ്റെയൊക്കെ ഫലം എന്ത് സംഭവിച്ചു? റഷ്യയിലെ വ്യാവസായിക സാമ്പത്തിക രംഗം തകർന്നുപോയി ഇതിനുശേഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും താഴെത്തട്ടിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകരുന്നു. 917 റഷ്യയിൽ ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടാകുന്നു. ഏത്? ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പീരീഡിലാണ്. അപ്പോൾ എന്താണ് ചെയ്തത്? ദ്യൂമ പറഞ്ഞു പങ്കെടുക്കരുത്. പക്ഷേ ആ ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ജർമ്മനിയോട് ഏറ്റുമുട്ടൽ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. ജർമ്മനിയോടുള്ള പ്രതികാര നടപടി എന്ന നിലയ്ക്ക് റഷ്യ സ്വീകരിച്ച പല നടപടികളും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു കളഞ്ഞു. അതുപോലെ തന്നെ 917 റഷ്യയിൽ ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടായി. ഭക്ഷണം കിട്ടാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു രാജ്യത്തിൽ എന്ത് സംഭവിക്കും? ആളുകൾ അതിനെതിരെ പ്രതികരിക്കും. അങ്ങനെ അതിൻ്റെ ആദ്യഘട്ടമായി 1917 മാർച്ച് മാസം 8-ാം തീയതി ആദ്യമായി സ്ത്രീകൾ ഒരു പ്രകടനം നടത്തുന്നു. ഇതെല്ലാം പെട്രോഗ്രാഡ് നഗരത്തിലാണ്. 17 മാർച്ച് 8-ന് ബ്രെഡ്, വേജസ്, ബെറ്റർ അവേഴ്സ് ആൻഡ് ഡെമോക്രസി, ജനാധിപത്യവും സമാധാനവും ജോലിയും ശമ്പളവും ഭക്ഷണവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് അവർ നയിച്ചത്. ഇത് മാർച്ചിലാണ്. അവരുടെ കലണ്ടർ നമ്മളെക്കാൾ പിറകിലായതുകൊണ്ട് അവർക്കത് ഫെബ്രുവരിയാണ്. അതുകൊണ്ട് ഈ സംഭവം അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. അതായത് 1917 റഷ്യ നേരിട്ട ഭക്ഷ്യദൗർലഭ്യവും ദാരിദ്ര്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണകൂടത്തിനെതിരെ തൊഴിലാളികളും സ്ത്രീകളും നയിച്ച ഫെബ്രുവരി വിപ്ലവം. തൊഴിലാളികളോടൊപ്പം സൈനികരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. അതായത് ആദ്യ സ്ത്രീകൾ, പിന്നെ തൊഴിലാളികൾ, പിന്നെ ഇവരെ നേരിടാൻ പോയ സൈനികരും കൂടെ ഇവരെ കൂടെ ചേർന്നുകൊണ്ട് ഈ വിപ്ലവം നയിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. 1917 മാർച്ച് 8 നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തി സ്ഥാനം ഒഴിഞ്ഞു ഇതോടുകൂടി. കാരണം സൈനികർ പോലും പ്രതിഷേധക്കാരോടെ പോയി. സൈനികരുടെ സപ്പോർട്ടാണ് ഒരു രാജാവിൻ്റെ സപ്പോർട്ട്, ഒരു രാജാവിൻ്റെ ശക്തി. അതുകൊണ്ട് സൈനികർ പിന്മാറിയപ്പോൾ അതോടുകൂടി രാജാവിൻ്റെ ശക്തിയും ക്ഷയിച്ചുപോയി. നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കുന്നു. അപ്പോൾ നിക്കോളാസ് രണ്ടാമൻ പുറത്താവാൻ കാരണമായ പ്രക്ഷോഭമാണ് ഫെബ്രുവരി വിപ്ലവം. എടുത്തു പറയുകയാണ്, നിക്കോളാസ് രണ്ടാമൻ പുറത്താവാൻ കാരണമായ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. അലക്സാണ്ടർ കെരൻസ്കി മെൻഷെവിക്ക് നേതാവ്. വീണ്ടും പറയുകയാണ്, അലക്സാണ്ടർ കെരൻസ്കി മെൻഷെവിക്ക് നേതാവാണ്, ബോൾഷെവിക് അല്ല. റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി 1898 വന്നു. 1903 സ്പ്ലിറ്റായി. അതിൽ മെൻഷെവിക്കുകളുടെ നേതാവായിരുന്നു കെരൻസ്കി താൽക്കാലിക ഭരണത്തിൻ്റെ തലവനായി ചുമതലയേൽക്കുന്നു. ഇതാണ് ഫെബ്രുവരി വിപ്ലവം. ഓക്കെ. ഫെബ്രുവരി വിപ്ലവത്തിലൂടെ രാജഭരണത്തിന് അന്ത്യം കുറിച്ചുവെങ്കിലും രാജഭരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ താൽക്കാലിക ഗവൺമെന്റിന്റെ നേതാവായ കെരൻസ്കിക്ക് കഴിഞ്ഞില്ല. അതായത് മെൻഷെവിക്ക് ഗവൺമെന്റിന് കഴിഞ്ഞില്ല.
അപ്പോൾ ഉറപ്പായിട്ടും അവരെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന അവരുടെ മറ്റൊരു സംഘടനയുണ്ട്, ബോൾഷെവിക്കുകൾ. അവരിതിനെ എതിർത്തു. ബോൾഷെവിക്കുകളുടെ നേതാവ് ലെനിൻ ആയിരുന്നു. ലെനിൻ. ഇത് മാർച്ചിലല്ലേ ഈ പ്രശ്നം നടക്കുന്നത്. അടുത്ത മാസം ഏപ്രിൽ ആയപ്പോൾ ലെനിൻ അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കി. ഇത് ഏപ്രിൽ തീസിസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ലെനിൻ പറഞ്ഞത്? റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറണം, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് കൊടുക്കണം, ഫാക്ടറികൾ ഗവൺമെൻറ്റിൻ്റെതാക്കണം, പൊതു ഉടമസ്ഥതയിൽ കൊണ്ടുവരണം, വിശക്കുന്നവന് ഭക്ഷണം എത്തിക്കണം. അതായത് വിശക്കുന്നവന് ഭക്ഷണം, ഭൂമി കർഷകന്, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും എന്ന ആശയം കൊണ്ടുവന്ന ലെനിൻ്റെ ഏപ്രിൽ തീസിസ്. ഏപ്രിൽ തീസിസ് അവതരിപ്പിച്ചത് ആര്? ലെനിൻ. 1917 ഏപ്രിലിൽ തൊഴിലാളി വർഗ ഗവൺമെൻറ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. പ്രവ്ദ എന്ന പത്രത്തിൽ, ബോൾഷെവിക്കുകളുടെ പത്രമാണ് പ്രവ്ദ എന്ന പത്രത്തിലാണ് ഏപ്രിൽ തീസിസ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെൻഷെവിക്കുകൾക്ക് വിരോധം തോന്നും. ആരോട്? ബോൾഷെവിക്കുകളോടും ലെനിനോടും. പിന്നീട് ഈ തീസിസ് അംഗീകരിക്കാത്തത് കൊണ്ട് കെരൻസ്കിയുടെ ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധങ്ങൾ വരുന്നു. അതിൽ വളരെ പ്രധാനമാണ് ജൂലൈ ഡേയ്സ് എന്നറിയപ്പെടുന്ന സംഭവങ്ങൾ. ജൂലൈ ഡേയ്സ് എന്ന് പറഞ്ഞാൽ റഷ്യയിലെ താൽക്കാലിക ഗവൺമെൻറ്റായ കെരൻസ്കിയെ താഴെ ഇറക്കാൻ വേണ്ടി ബോൾഷെവിക്കുകൾ നടത്തുന്ന ആദ്യഘട്ട പ്രക്ഷോഭമാണ് ജൂലൈ ദിവസങ്ങൾ എന്നറിയപ്പെടുന്ന ജൂലൈ ഡേയ്സ്. പെട്രോഗ്രാഡിൽ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ നടന്ന സംഘർഷമാണ് ജൂലൈ ദിവസങ്ങൾ. എല്ലാ അധികാരങ്ങളും സോവിയറ്റുകൾക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടന്നത്. പക്ഷേ ഈ സമരം കെരൻസ്കിയുടെ ഗവൺമെൻറ് അടിച്ചമർത്താൻ കഴിഞ്ഞു. ലെനിൻ ഒളിവിൽ പോകുന്നു, ട്രോട്സ്കി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. വീണ്ടും ജൂലൈ കഴിയുന്നു, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അവരുടെ ഒക്ടോബർ മറ്റു രാജ്യങ്ങളുടെ നവംബർ. അതായത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം നവംബറും റഷ്യ പിറകിലായതുകൊണ്ട് ഒക്ടോബറിലും ഏറ്റവും വലിയ വിപ്ലവം നടക്കുന്നു. അതാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. 1917 നവംബർ 7-ാം തീയതിയാണ് ഒക്ടോബർ വിപ്ലവം നടന്നത്. ഇത് ബോൾഷെവിക്ക് വിപ്ലവം എന്നറിയപ്പെടുന്നു. കെരൻസ്കിയുടെ ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം. ആര്? ബോൾഷെവിക്കുകൾ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള നടത്തിയ കലാപമാണ് ഒക്ടോബർ വിപ്ലവം. ഇതിനുവേണ്ടി രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളുണ്ടായിരുന്നു. മിലിറ്ററി റവല്യൂഷണറി കമ്മിറ്റി ആര് കൊണ്ടുവന്നു? ബോൾഷെവിക് നേതാവായ ട്രോട്സ്കി. റെഡ് ഗാർഡ് ആര് കൊണ്ടുവരുന്നു? ലെനിൻ. ഒക്ടോബർ വിപ്ലവവുമായി ബന്ധപ്പെട്ട് മിലിറ്ററി റവല്യൂഷണറി കമ്മിറ്റി കൊണ്ടുവന്നത് ട്രോട്സ്കിയും റെഡ് ഗാർഡ് കൊണ്ടുവന്നത് ലെനിനുമാണ്. കെരൻസ്കിയെ അവർ പിടിച്ച് പുറത്താക്കുന്നു. കെരൻസ്കിയുടെ അധികാരം നഷ്ടമാകുന്നു. ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുക്കുന്ന വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം. റഷ്യൻ വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം. നവംബർ 7 ബോൾഷെവിക്ക് വിപ്ലവം, കെരൻസ്കിയുടെ ഗവൺമെൻറ്റിനെതിരെയുള്ള സായുധ കലാപം, മിലിറ്ററി റവല്യൂഷണറി കമ്മിറ്റി ട്രോട്സ്കി, റെഡ് ഗാർഡ് ലെനിന്. കെരൻസ്കിയുടെ അധികാരം നഷ്ടമാകുന്നു. ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുക്കുന്നു. ഓക്കെ, അങ്ങനെ 1917 ബോൾഷെവിക്കിൻ്റെ ഭരണകൂടം വരുന്നു. പക്ഷെ അതിനുശേഷവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായ ബോൾഷെവിക്കുകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരി ഉണ്ടാവുകയും റഷ്യയിൽ ആഭ്യന്തര കലാപം നടക്കുകയും ചെയ്തു. 1917-നും 23-നും ഇടയ്ക്കുള്ള ആ കാലഘട്ടം. അതിന് കമ്മ്യൂണിസ്റ്റുകാരുടെ നിറം ചുവപ്പാണ്, അതറിയാമല്ലോ. അതിനെതിരെ നടന്ന മൂവ്മെൻ്റാണ് വൈറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരി രൂപപ്പെടുകയും റഷ്യയിൽ ആഭ്യന്തര കലാപം നടത്തുകയും ചെയ്തു. അതാണ് വൈറ്റ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. അതിനുവേണ്ടി രൂപപ്പെട്ട ആർമിയാണ് വൈറ്റ് ആർമി. ഈ വൈറ്റ് ആർമിയെ നേരിടാൻ ലെനിൻ്റെ നേതൃത്വത്തിൽ അടുത്തൊരു ബോൾഷെവിക് സൈന്യ വിഭാഗം വന്നു. അതാണ് റെഡ് ആർമി. നേരത്തെ ഒക്ടോബർ വിപ്ലവത്തിൽ ലെനിൻ കൊണ്ടുവന്ന റെഡ് ഗാർഡാണ്. അത് പിന്നീട് ഗവൺമെൻറ്റിൻ്റെ റെഡ് ആർമി ആയിട്ട് മാറി. ആഭ്യന്തര യുദ്ധത്തിൽ ബോൾഷെവിക്കുകൾ വിജയിക്കുകയും അങ്ങനെ റഷ്യ സമ്പൂർണ്ണമായി ബോൾഷെവിക്കുകളുടെ കീഴിൽ വരികയും ചെയ്യുന്നു. ഇതോടുകൂടി റഷ്യൻ വിപ്ലവം അവസാനിക്കുന്നു. ഈ അവസാനം പറഞ്ഞ ആഭ്യന്തര യുദ്ധം റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാറില്ല. എങ്കിൽ ഇതും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് നമ്മൾ വളരെ ബേസിക്കായിട്ട് പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 1917 റഷ്യൻ വിപ്ലവം നടന്നത്. പഠിക്കുന്നേ, റഷ്യൻ വിപ്ലവത്തിന് 2 ഘട്ടമുണ്ട്. സർ ചക്രവർത്തിയെ പുറത്താക്കി കെരൻസ്കി അധികാരം പിടിച്ചെടുക്കുന്ന ഒന്നാം ഘട്ടം, കെരൻസ്കിയെ പിടിച്ച് പുറത്താക്കി ലെനിൻ്റെ ബോൾഷെവിക്കുകൾ ഭരണം പിടിച്ചെടുക്കുന്ന രണ്ടാം ഘട്ടം. എന്നിട്ട് പിന്നീട് ആഭ്യന്തര കലാപം നടക്കുന്നു. ആ ആഭ്യന്തര കലാപവും ബോൾഷെവിക്കുകൾ അടിച്ചമർത്തുന്നു. ഇതോടുകൂടി റഷ്യൻ വിപ്ലവം കംപ്ലീറ്റ് ആവുന്നു. ഇതിൻ്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്നത് 1905 രക്തരൂക്ഷിതമായ ഞായറാഴ്ചയാണ്. ഇത്രയും നേരം നമ്മൾ കഥയാണ് പറഞ്ഞത്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ നോട്ട് കൂടി ഡിസ്കസ് ചെയ്ത് റഷ്യൻ വിപ്ലവം അവസാനിപ്പിക്കാം. വളരെയധികം ശ്രദ്ധിച്ചോളണേ. 1. സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള 20-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ വിപ്ലവമായിരുന്നു റഷ്യൻ വിപ്ലവം. 1917.
റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരായുള്ള ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നു ഇത്. റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെയുള്ള ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നു ഇത്. റഷ്യൻ വിപ്ലവത്തിന് എത്ര ഘട്ടങ്ങളുണ്ടേ? 2 ഘട്ടം. തെറ്റിക്കരുതേ. ശരി, സാവധാനത്തിൽ പഠിക്കുക. സർ ഭരണത്തെ പുറത്താക്കി അലക്സാണ്ടർ കെരൻസ്കിയുടെ കീഴിൽ ഒരു പുതിയ ഗവൺമെൻറ് രൂപീകരിച്ച 1ാം ഘട്ടം. ഇതിൻ്റെ പേര് ഫെബ്രുവരി വിപ്ലവം. പഠിച്ചേ. കെരൻസ്കിയെ പുറത്താക്കി ലെനിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ ഗവൺമെൻറ് രൂപീകരിച്ചതായിരുന്നു 2ാം ഘട്ടം. ഇതറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം എന്ന പേരിലാണ്. ശരി, അത് കഴിഞ്ഞു. ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന കാരണങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം. റഷ്യൻ ഭരണാധികാരികളെ സർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1894 പഠിക്കണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. റഷ്യയിൽ അധികാരത്തിലെത്തിയ സർ നിക്കോളാസ് രണ്ടാമൻ, നിക്കോള അലക്സാണ്ട്രോവിച്ച് റൊമനോവ് സെക്കൻഡ് എന്നാണ്. റഷ്യയിലെ രാജവംശത്തിൻ്റെ പേരാണ് റൊമനോവ്. ഒരു കഴിവില്ലാത്ത ഭരണാധികാരി ആയിരുന്നു. ഭരണം നിയന്ത്രിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും റാസ്പുടിൻ എന്നറിയപ്പെടുന്ന കപട സന്യാസിയുമായിരുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഈ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമായിരുന്നു റഷ്യൻ വിപ്ലവം. റീസൺ 1 കഴിഞ്ഞ് സാവധാനത്തിൽ വാ. റീസൺ 2, സാമ്പത്തിക സാമൂഹിക കാരണങ്ങൾ. റഷ്യയിൽ 2 വർഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, ഭരണാധികാരികളും ഭരിക്കപ്പെടുന്നവരും. ഭരണവിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവിതം സുഖലോലുപതയിലായിരുന്നുവെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം ദയനീയമായിരുന്നു. സാമൂഹികവും സാമ്പത്തികവുമായി കർഷകരെ അടിച്ചമർത്തി ഇവർക്കുള്ള നികുതിയും ഭാരിച്ചതായിരുന്നു. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. 2ാമത്തെ റീസൺ. 3ാമത്തെ റീസൺ, മാക്സിം ഗോർക്കി, ടോൾസ്റ്റോയ്, ലെനിൻ, സ്റ്റാലിൻ തുടങ്ങിയവരുടെ ആശയങ്ങൾ റഷ്യൻ വിപ്ലവത്തെ വളരെയധികം സ്വാധീനിച്ചു. സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരെ പോരാടുന്ന ഈ ചിന്തകന്മാർ റഷ്യൻ ജനതയെ ഏറെ സ്വാധീനിച്ചു. അപ്പം നമ്മൾ കാരണങ്ങൾ പഠിച്ച വ്യക്തമായിട്ട് ക്ലാസ് കേൾക്ക്. നെക്സ്റ്റ്, ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും നമ്മൾ പഠിച്ചതാണ്. റഷ്യയിലെ തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 1898, വർഷം മറന്നുപോരുത്, മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായി രൂപീകൃതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. ഈ പാർട്ടി 1903 മെൻഷെവിക്കുകളെന്നും ബോൾഷെവിക്കുകളെന്നും 2ആയി പിരിഞ്ഞു. ലെനിനും ട്രോട്സ്കിയും നേതൃത്വം കൊടുത്ത ബോൾഷെവിക്കും അലക്സാണ്ടർ കെരൻസ്കിയും പ്ലഗനോവും നേതൃത്വം കൊടുത്ത മെൻഷെവിക്കുകളും. നെക്സ്റ്റ്, രക്തരൂക്ഷിതമായ ഞായറാഴ്ച. ഇവിടെ മുതലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 22 പ്രകടനം നടത്തി. ഈ പെട്രോഗ്രാഡിൻ്റെ അന്ന് ഈ സമരം നടക്കുന്ന സമയത്തെ പേര് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്നാണ്. അത് പിന്നീട് 1ാം ലോക മഹായുദ്ധത്തിനിടയ്ക്കാണ് പെട്രോഗ്രാഡ് എന്നാക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന പെട്രോഗ്രാഡ് ആ സമയത്ത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ആണ് കേട്ടോ. അപ്പോൾ SCRT ഫാക്ട് റഷ്യൻ കലണ്ടർ പ്രകാരമുള്ള ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ജനുവരി 9. പക്ഷേ യഥാർത്ഥ ഡേറ്റ് 1905 ജനുവരി 22 ആണ്. നെക്സ്റ്റ്, ഇതിനു നേരെ നടന്ന പട്ടാള വെടിവയ്പ്പിൽ 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നു. ഇതിനെ റഷ്യൻ വിപ്ലവത്തിൻ്റെ മുന്നൊരുക്കം എന്നാണ് ലെനിൻ വിശേഷിപ്പിച്ചത്. പഠിച്ചേ. നെക്സ്റ്റ്, സോവിയറ്റുകൾ. ഈ കാലഘട്ടത്തിൽ സമരങ്ങൾ നടത്താനായി റഷ്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നു. പഠിച്ചു. വിപ്ലവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നഗരത്തിലെ സൈനികരെയും തൊഴിലാളികളെയും വാർത്താവിനിമയ ശൃംഖലകളെ നിയന്ത്രിച്ചിരുന്നത് സോവിയറ്റുകളായിരുന്നു. ഇങ്ങനെ സോവിയറ്റുകൾ ആ സമയത്ത് രൂപപ്പെട്ടതുകൊണ്ടാണ് 17 വിപ്ലവം നടന്നപ്പോൾ റഷ്യയിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുവാനും വിപ്ലവം ശക്തമാക്കാനും കഴിഞ്ഞത്. സോവിയറ്റ് എന്ന റഷ്യൻ വാക്കിനർത്ഥം കൗൺസിൽ അല്ലെങ്കിൽ സമിതി എന്നാണ്. ദ്യൂമ. നമ്മൾ 1905 രക്തരൂക്ഷിതമായ ഞായറാഴ്ചയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു? സമരം ശക്തമായതിനെ തുടർന്ന് നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. ഇതിനെ തുടർന്ന് രൂപീകൃതമായ റഷ്യൻ പാർലമെൻറ്റാണ് ദ്യൂമ. 1905 500 ഡെപ്യൂട്ടികളുമായി ആദ്യ ദ്യൂമ നിലവിൽ വന്നു. ഡെപ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ MP മാരെന്ന് പറയൂലേ, അതുപോലെ അവർ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവിനെ ഡെപ്യൂട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ 500 ഡെപ്യൂട്ടിമാരുമായി 1905 ദ്യൂമ വന്നു. നെക്സ്റ്റ്, ദ്യൂമ എടുക്കുന്ന ഏതൊരു തീരുമാനം എപ്പോൾ വേണമെങ്കിലും റദ്ദ് ചെയ്യാനും ദ്യൂമയെ തന്നെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാനുള്ള പരമാധികാരം സർ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. 1914 1ാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചാണ് സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ 1ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. നെക്സ്റ്റ്, ജർമ്മനിയുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് വൻ നാശനഷ്ടം സംഭവിച്ചു. 1ാം ലോക മഹായുദ്ധകാലത്താണ് സർ നിക്കോളാസ് രണ്ടാമൻ
റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ പേര് പെട്രോഗ്രാഡ് എന്നാക്കി മാറ്റിയത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സാൻറ്റ് ബെർഗ് എന്നീ ജർമ്മൻ വാക്കുകൾ ഉള്ളതിനാലാണ് അവ ഒഴിവാക്കി തലസ്ഥാനത്തിന് പുതിയ പേര് നൽകിയത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഒരു ഭാഗമാണ് ബാൾട്ടിക് കടൽ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ എന്ത് സംഭവിച്ചു? ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിക്കായിരുന്നു ബാൾട്ടിക് ഉണ്ടായിരുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ റഷ്യയിൽ ബാൾട്ടിക് കടൽ വഴി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് റഷ്യ വിലക്കേർപ്പെടുത്തി. ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ മോശമായി ബാധിച്ചു. 1917 റഷ്യയിൽ ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. നെക്സ്റ്റ്, ഫെബ്രുവരി വിപ്ലവം. ഓർഡറിലാണ് പോകുന്നത്. 1917 മാർച്ച് 8-ന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവീതികൾ പ്രകടനം നടത്തി. ബ്രെഡ്, വേജസ്, ബെറ്റർ അവേഴ്സ് ആൻഡ് ഡെമോക്രസി എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു ഈ സമരം. സൈനികരും തൊഴിലാളികളും ചേർന്ന് സോവിയറ്റ് കൗൺസിൽ രൂപവൽക്കരിക്കുകയും ദ്യൂമയുടെ സമ്മേളനങ്ങൾ നടന്ന കെട്ടിടത്തിൽ ഒത്തുകൂടുകയും ചെയ്തു. ഇത് പെട്രോഗ്രാഡ് സോവിയറ്റ് എന്നറിയപ്പെട്ടു. സോവിയറ്റുകൾ സർ നിക്കോളാസ് രണ്ടാമനോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടു. സൈനിക കമാൻഡർമാരുടെ ഉപദേശപ്രകാരം സർ നിക്കോളാസ് രണ്ടാമൻ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി സ്ഥാനം ഒഴിഞ്ഞു. അതോടുകൂടി സർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിച്ചു. സോവിയറ്റ് നേതാക്കൾ ചേർന്ന് റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപവൽക്കരിച്ചു. പിന്നീട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപവൽക്കരിക്കുമെന്നും അത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. ആര്? മെൻഷെവിക്കുകളുടെ നേതൃത്വത്തിലുള്ള കെരൻസ്കി സർക്കാർ. മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനെ പിറകിലായതിനാൽ മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം എന്തു സംഭവിച്ചു? താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. ആര്? ബോൾഷെവിക്കുകൾ. ഈ സമയം സ്വിറ്റ്സർലാൻഡിൽ കഴിയുകയായിരുന്ന ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവനും ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു? സോവിയറ്റുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ജനങ്ങൾക്കിടയിൽ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. ഏപ്രിൽ തീസിസ് നമ്മൾ വ്യക്തമായി പഠിച്ചതാണ്. റഷ്യൻ വിപ്ലവത്തെയും ബോൾഷെവിക് ചരിത്രത്തെയും സ്വാധീനിച്ച സംഭവമാണ് ലെനിൻ്റെ ഏപ്രിൽ തീസിസ്. 1917 ഏപ്രിൽ പെട്രോഗ്രാഡിൽ നടന്ന സമ്മേളനത്തിലാണ് ഈ ആശയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. ബോൾഷെവിക് പത്രമായ പ്രവ്ദയിലാണ് ഇത് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. നെക്സ്റ്റ്, തൊഴിലാളി വർഗം താൽക്കാലിക ഗവൺമെന്റിനെ അടിച്ചമർത്തണമെന്നും സോവിയറ്റുകൾ അധികാരം പിടിച്ചെടുക്കണമെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏപ്രിൽ തീസിസിലൂടെ ലെനിൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ: ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ബാങ്ക് ദേശസാൽക്കരണം നടത്തുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക. ഇത് പിന്നീട് ഒക്ടോബർ വിപ്ലവത്തിലേക്ക് നയിച്ച കലാപത്തിൻ്റെ മുദ്രാവാക്യമായി മാറി. അതായത് വിശക്കുന്നവന് ഭക്ഷണം, കൃഷിഭൂമി കർഷകന്, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. ഇതായിരുന്നു ലെനിൻ്റെ നേതൃത്വത്തിലുള്ള കലാപത്തിൻ്റെ മുദ്രാവാക്യം. പരീക്ഷയ്ക്ക് ചോദിക്കും. നെക്സ്റ്റ്, ജൂലൈ ദിവസങ്ങൾ. 1917 ജൂലൈയിൽ പെട്രോഗ്രാഡിൽ താൽക്കാലിക ഗവൺമെന്റിനെതിരെ നടന്ന സംഘർഷമാണ് ജൂലൈ ദിവസങ്ങൾ. എല്ലാ അധികാരങ്ങളും സോവിയറ്റുകൾക്കെന്ന മുദ്രാവാക്യം ബോൾഷെവിക്കുകൾ ഉയർത്തുകയും ഇത് തൊഴിലാളികൾക്ക് പ്രചോദനമാവുകയും ചെയ്തു. നെക്സ്റ്റ്, ഫെബ്രുവരി വിപ്ലവം വെച്ച് അപേക്ഷിച്ച് ഈ സംഭവം അക്രമാസക്തമായിരുന്നു. അക്രമങ്ങൾക്ക് കാരണം ബോൾഷെവിക് പാർട്ടിയാണെന്ന് ആരോപിച്ച് ട്രോട്സ്കി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ലെനിൻ ഫിൻലാൻഡിലേക്ക് പലായനം ചെയ്തു. പിന്നെ തിരിച്ചു വരുന്നത് ഒക്ടോബർ വിപ്ലവ സമയത്താണ്. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു. ലിയോൺ ട്രോട്സ്കിയുടെ നേതൃത്വത്തിൽ മിലിറ്ററി റെവല്യൂഷണറി കമ്മിറ്റി, നമ്മൾ പഠിച്ചു, മിലിറ്ററി റെവല്യൂഷണറി കമ്മിറ്റിയും ലെനിൻ്റെ സംഘടനയാണ് റെഡ് ഗാർഡുകൾ, മറന്നുപോരുത്, റെഡ് ഗാർഡുകൾ. അങ്ങനെ ഈ കലാപത്തെ തുടർന്ന് അലക്സാണ്ടർ കെരൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റ് രൂപം നൽകി. 17 നവംബർ 7-നാണ് ഒക്ടോബർ വിപ്ലവം നടന്നത്. ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. എന്ത് സംഭവിച്ചു റഷ്യൻ വിപ്ലവത്തിൽ? എന്താണ് റഷ്യൻ വിപ്ലവത്തിന് ശേഷം നടന്നത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി. ഭൂമിയെ സാമൂഹിക സ്വത്തായി പ്രഖ്യാപിക്കുകയും കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഫാക്ടറികളെല്ലാം പൊതു ഉടമസ്ഥതയുടെ കീഴിൽ കൊണ്ടുവന്നു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. ബോൾഷെവിക് പാർട്ടിയെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്തു. അതുപോലെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ റഷ്യ പുരോഗതി കൈവരിച്ചു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ച ഡേറ്റ് ചോദിച്ചാൽ 1922 ഡിസംബർ 30 കറക്റ്റ് ഡേറ്റ്. ആ ഡേറ്റ് തന്നെ ഉണ്ടെങ്കിൽ അത് എഴുതുക. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വർഷം എഴുതാം.
1923. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. ഇനി റഷ്യയിലെ ആഭ്യന്തര യുദ്ധം നമ്മൾ പഠിച്ചു. 1917 മുതൽ 23 വരെയുള്ള കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ബോൾഷെവിക്കുകൾക്കെതിരെ പോരാടിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ ഒരു കോൺഫെഡറേഷൻ ആയിരുന്നു വൈറ്റ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന വൈറ്റ് മൂവ്മെന്റിന്റെ സൈനിക വിഭാഗമായിരുന്നു വൈറ്റ് ആർമി. ഇവരായിരുന്നു ആഭ്യന്തര കലാപം നയിച്ചത്. കമ്മ്യൂണിസ്റ്റ് ബോൾഷെവിക്കിന്റെ സൈനിക വിഭാഗമായിരുന്നു റെഡ് ആർമി. 1918 റെഡ് ആർമി രൂപവൽക്കരിച്ചു. റെഡ് ആർമിയുടെ രൂപവൽക്കരണത്തോടെ റെഡ് ഗാർഡ് അതിൻ്റെ ഭാഗമായി മാറി. റെഡ് ഗാർഡ് ഇതിന് മുമ്പ് ഉണ്ടായതാണ് ഒക്ടോബർ വിപ്ലവ സമയത്ത്. അത് റെഡ് ആർമിയുടെ ഭാഗമായി മാറി. ആഭ്യന്തര യുദ്ധത്തിൽ ബോൾഷെവിക്കുകൾ വിജയിക്കുകയും റഷ്യയുടെ പൂർണ്ണ അധികാരം നേടുകയും ചെയ്തു. അതോടുകൂടി ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായി പൂർണ്ണമായും റഷ്യ മാറി. നെക്സ്റ്റ്, കലാസാഹിത്യ സൃഷ്ടികൾ. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരൻ വേറെ ആരുമല്ല, ലിയോ ടോൾസ്റ്റോയ് ആണ്. ലിയോ ടോൾസ്റ്റോയ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ലിയോ ടോൾസ്റ്റോയ് ആണ്. ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് ടോൾസ്റ്റോയ് കൃതികളെ വിശേഷിപ്പിച്ചത് ലെനിനാണ്. പ്രധാന രചനകൾ യുദ്ധവും സമാധാനവും, അന്ന കരീന. യുദ്ധവും സമാധാനവും ടോൾസ്റ്റോയുടെ കൃതിയാണ്. അന്ന കരീന ടോൾസ്റ്റോയുടെ കൃതിയാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ. ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ്. ഇനി പ്രധാനപ്പെട്ട മറ്റു കൃതികൾ, അമ്മ എന്ന കൃതി ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിം ഗോർക്കി. അമ്മ എന്ന കൃതി രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ മാക്സിം ഗോർക്കി. കുറ്റവും ശിക്ഷയും, ദസ്തോവിസ്കിയുടെ പുസ്തകം. ദസ്തോവിസ്കി. വാർഡ് നമ്പർ 6, പുസ്തകത്തിൻ്റെ പേര് വാർഡ് നമ്പർ 6 എന്നാണ്. വാർഡ് നമ്പർ 6 രചിച്ചത് ആന്റൺ ചെക്കോവ് എന്ന ആളാണ്. ആരാണ്? ആന്റൺ ചെക്കോവ്. ലെനിനെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ് വാർഡ് നമ്പർ 6, രചിച്ചത് ആന്റൺ ചെക്കോവ്. പിന്നെ ഒരു ചലച്ചിത്രമുണ്ട്, ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കിൻ. 10ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നതാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കിൻ. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരു നാവിക കപ്പലിൽ നടന്ന ഒരു പ്രതിഷേധം, വെടിവെപ്പിൽ 10ലധികം നാവികർ കൊല്ലപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കിൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ ആണ്. ആരാണ്? സെർഗി ഐസൻസ്റ്റീൻ. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന കൃതി രചിച്ചത് ജോൺ റീഡ്. ഇതിനെ സെർഗി ഐസൻസ്റ്റീൻ സിനിമയാക്കിയിട്ടുണ്ട്. എന്ത്? ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന കൃതി രചിച്ചത് ജോൺ റീഡാണ്. അതിനെ ചലച്ചിത്രമാക്കിയത് സെർഗി ഐസൻസ്റ്റീൻ്റെ മറ്റൊരു സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കീൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ റഷ്യൻ വിപ്ലവം നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. സർ ചക്രവർത്തിയെ പുറത്താക്കിക്കൊണ്ട് കെരൻസ്കിയുടെ ഗവൺമെൻറ് വന്ന 1ാം ഘട്ടം ഫെബ്രുവരി വിപ്ലവം. കെരൻസ്കി ഗവൺമെൻറ്റിനെ പുറത്താക്കി ലെനിൻ്റെ ഗവൺമെൻറ് വന്ന 2ാം ഘട്ടം ഒക്ടോബർ വിപ്ലവം. പിന്നെ അതിനുശേഷം ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട്. അതിനെ ലെനിൻ്റെ ഗവൺമെൻറ് അടിച്ചമർത്തുന്നുണ്ട്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്താണെന്ന് നിങ്ങൾക്കറിയാം, 1905 നടന്നത്. ഇത്രയുമാണ് നമുക്ക് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഞാൻ ഈ സെഷനിൽ പഠിപ്പിച്ച ചോദ്യങ്ങൾ മാത്രമായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. കൃത്യമായി പഠിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിന് റിപ്ലൈ തരാം. ലോക ചരിത്രത്തിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ്. ചൈനീസ് വിപ്ലവം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ആ വിപ്ലവം നടക്കുന്ന കാലയളവിൽ ചൈന ഭരിച്ചിരുന്ന രാജവംശമാണ് മഞ്ചു രാജവംശം. പേര് തെറ്റിക്കരുത്, ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ചൈന ഭരിച്ചിരുന്ന പ്രശസ്തമായ രാജവംശം ഏതാണ്? മഞ്ചു രാജവംശം. 1844 മുതൽ 1910 വരെ ഭരിച്ചിരുന്ന രാജവംശമാണ് മഞ്ചു രാജവംശം. ഈ മഞ്ചു രാജവംശത്തെ പുറത്താക്കുന്ന ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ചൈനീസ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ചൈനീസ് വിപ്ലവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ വസ്തുത കറുപ്പ് യുദ്ധങ്ങൾ എന്താണ് എന്നാണ്. കറുപ്പ് യുദ്ധം എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് കറുപ്പ് വ്യാപാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതായത് ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന മൺപാത്രങ്ങൾ, തേയില, പട്ട് തുടങ്ങിയ സാധനങ്ങൾക്ക് യൂറോപ്യൻ കമ്പോളങ്ങളിൽ വളരെയധികം ജനപ്രീതി ലഭിച്ചിരുന്നു. അവർക്ക് ചൈനയുടെ പട്ടും കളിമൺപാത്രവും തേയിലയൊക്കെ ഭയങ്കരമായി ഇഷ്ടമായിരുന്നു. യൂറോപ്യൻ കമ്പോളങ്ങളിൽ ഇവ വിറ്റഴിച്ചുകൊണ്ട് ചൈന വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം കൊയ്തു, അവരുടെ സാധനങ്ങൾ യൂറോപ്പിൽ വിറ്റഴിച്ചുകൊണ്ട്. എന്നാൽ നേരെ തിരിച്ചോ, യൂറോപ്പിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ചൈനയിൽ ബാൻ ഏർപ്പെടുത്തിയിരുന്നു, അതായത് വിലക്കായിരുന്നു. യൂറോപ്യൻ സാധനങ്ങൾ ചൈനയിൽ കൊണ്ട് വിൽക്കുന്നതിൽ ചൈന എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിലൂടെ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടമാണ്, എന്നാൽ ചൈനയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ലാഭമായിരുന്നു. ഇങ്ങനൊരു പ്രതിസന്ധി വന്നപ്പോൾ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ വേണ്ടി വരുന്ന കപ്പലുകളിൽ ചൈനയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല, കാരണം നിയന്ത്രണമാണ്. കപ്പൽ ഇവിടെ വന്നിട്ട് ചൈനയിൽ നിന്ന് സാധനം കയറ്റി യൂറോപ്പിലോട്ട് പോകണം. ആ അവസരത്തിൽ
ഈ ഒരു സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് വ്യാപാരികൾ എന്ത് ചെയ്തു? ചൈനയിലേക്ക് വരുന്ന കപ്പലുകളിൽ വൻതോതിൽ കറുപ്പ് എന്ന ലഹരി വസ്തു കയറ്റിവിട്ടിരുന്നു. അത് ചൈനയിൽ നിരന്തരം അവർ രഹസ്യമായി ഇറക്കുമതി ചെയ്തു. കറുപ്പിൻ്റെ ഉപയോഗം കാരണം ചൈനയുടെ സാമ്പത്തിക നിലയും ചൈനയിലെ ജനങ്ങളുടെ മാനസിക നിലയും താളം തെറ്റുകയുണ്ടായി. ഇത് കണ്ടുപിടിച്ച ചൈനീസ് സർക്കാർ ബ്രിട്ടനെതിരെ പ്രതിഷേധിക്കുകയും ബ്രിട്ടനും ചൈനയും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുകയും ചെയ്തു. അതാണ് കറുപ്പ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ മാർക്ക് ഉറപ്പിക്കുക, കറുപ്പ് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടും ചൈനയും തമ്മിലാണ് കറുപ്പ് യുദ്ധങ്ങൾ നടന്നത്. കറുപ്പ് യുദ്ധം 1839 മുതൽ 42 വരെ ഒന്നാം ഘട്ടവും 1856 മുതൽ 1860 വരെ രണ്ടാം ഘട്ടമായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ചൈനയിൽ യൂറോപ്യന്മാർ ആധിപത്യം ഉറപ്പിക്കുകയാണ് ചെയ്തത് കറുപ്പ് യുദ്ധങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇതാണ് കറുപ്പ് യുദ്ധം. നമ്മൾ വിപ്ലവത്തിലേക്ക് കടന്നില്ല, അതിന് തൊട്ടു മുമ്പ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചത്, എന്താണ് കറുപ്പ് യുദ്ധം. അപ്പോൾ ചൈനയിലെ പട്ട്, കളിമൺപാത്രങ്ങൾ, തേയില എന്നിവയ്ക്ക് യൂറോപ്പിൽ ജനപ്രീതി ലഭിക്കുകയും ചൈന സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും, എന്നാൽ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ വിലക്കുണ്ടായിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് അത് സാമ്പത്തിക നഷ്ടമാവുകയും ചെയ്ത സാഹചര്യത്തിൽ രഹസ്യമായി അവർ കറുപ്പ് ചൈനയിൽ ഇറക്കുമതി ചെയ്യുകയും ചൈനയെ സാമ്പത്തികമായിട്ടും ചൈനയിലെ ജനങ്ങളെ മാനസികമായി നിലതെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് കറുപ്പ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. കറുപ്പ് യുദ്ധങ്ങൾക്ക് 2 ഘട്ടമുണ്ട്. ഇംഗ്ലണ്ടും ചൈനയും തമ്മിലാണ് കറുപ്പ് യുദ്ധം. 1839 മുതൽ 1842 വരെ ഒന്നാം കറുപ്പ് യുദ്ധം, 1856 മുതൽ 1860 വരെ രണ്ടാമത്തെ കറുപ്പ് യുദ്ധമാണ്. ഇനി അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് തുറന്ന വാതിൽ നയം എന്നാൽ എന്തെന്നാണ്. തുറന്ന വാതിൽ നയം എന്ന് പറഞ്ഞാൽ കറുപ്പ് യുദ്ധങ്ങൾക്ക് ശേഷം ചൈനയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ആധിപത്യം ഉറപ്പിച്ചു. ചൈനയിലെ കമ്പോളങ്ങളിൽ ആധിപത്യം ഉറപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഈ സമയത്ത് ചൈനയിലെ കമ്പോളത്തിലെ സാധ്യതകൾ ശ്രദ്ധിക്കാതെ പോയൊരു രാജ്യം ഉണ്ടായിരുന്നു, അമേരിക്ക. അമേരിക്ക അല്പം താമസിച്ചാണ് ചൈനയുടെ കമ്പോളങ്ങൾ ലക്ഷ്യമിട്ടത്. അപ്പോഴത്തേക്കും യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയുടെ പേര് മറന്നുപോരുത്, ജോൺ ഹേയ് എന്നാണ് വ്യക്തിയുടെ പേര്. എന്താണ്? ജോൺ ഹേയ്. എക്സാമിന് ചോദിക്കേ, അദ്ദേഹം പ്രഖ്യാപിച്ച അമേരിക്കയുടെ നയമാണ് തുറന്ന വാതിൽ നയം. എന്താണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്? തുറന്ന വാതിൽ നയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചൈനയുടെ കമ്പോളം ഒരു വലിയ വീടായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിംഗ് ആയിട്ടോ ആലോചിക്കണം. അവിടെ ഇപ്പോൾ പ്രവേശനമുള്ളത് യൂറോപ്യന്മാർക്ക് മാത്രമാണ്. എന്നാൽ അതിൻ്റെ ഡോറ് ആരുടെ മുന്നിലും ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവരുടെ മുന്നിലും തുറന്നു വയ്ക്കണം. എല്ലാ രാജ്യങ്ങൾക്കും ചൈനയുടെ കമ്പോളത്തിൽ ഇടപെടാനുള്ള അവസരം കൊടുക്കണം, അവകാശം കൊടുക്കണം എന്ന് വാദിച്ചുകൊണ്ട് അമേരിക്ക പുറപ്പെടുവിച്ച നയത്തിൻ്റെ പേരാണ് തുറന്ന വാതിൽ നയം. എന്ന് പറഞ്ഞാൽ ചൈനീസ് കമ്പോളങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരേ അവകാശവും ഒരേ സ്വാതന്ത്ര്യവും കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ വാദം, അതിൻ്റെ പേര് തുറന്ന വാതിൽ നയമെന്നാണ്. അത് പ്രഖ്യാപിച്ചത് ജോൺ ഹേയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ തുറന്ന വാതിൽ നയം കഴിഞ്ഞതോടുകൂടി യൂറോപ്പിൻ്റെയും തുടർന്ന് അമേരിക്കയുടെ ഒരു ആധിപത്യം ചൈനീസ് കമ്പോളങ്ങളിൽ വരികയാണ്. ആ സമയത്ത് ഈ മഞ്ചു രാജവംശം, നമ്മൾ പഠിച്ചല്ലോ, ചൈന ഭരിച്ചുകൊണ്ടിരുന്ന മഞ്ചു രാജവംശം, അവർ വിദേശ ആധിപത്യത്തിന് അനുകൂലമായിട്ടാണ് നിന്നത്. അതായത് രാജവംശത്തിൻ്റെ താല്പര്യം വിദേശികൾ ഇവിടെ വരുന്നതും അവരുമായിട്ടുള്ള വ്യാപാരം ഉറപ്പിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് രാജവംശത്തിൻ്റെ താല്പര്യം. അതായത് മഞ്ചു രാജവംശം പൂർണ്ണമായും വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ചൈനയിൽ ഒരു പ്രതിഷേധം വരും. അങ്ങനെ ചൈനയിൽ രഹസ്യ സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു. അങ്ങനെ രഹസ്യ സംഘടനകൾ നടത്തിയ ഒരു കലാപമാണ് ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത്. ബോക്സർ കലാപം നടന്ന വർഷം 1900-ലാണ്. അപ്പോൾ കഥ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ആദ്യം കറുപ്പ് യുദ്ധങ്ങൾ, രണ്ടാമത് തുറന്ന വാതിൽ നയം, പിന്നീട് ബോക്സർ കലാപം. അപ്പോൾ എന്താണ് ബോക്സർ കലാപം എന്ന് ചോദിച്ചാൽ നിങ്ങൾ യാതൊരുവിധ ഡൗട്ടും കാണിക്കേണ്ട കാര്യമില്ല. അതായത് വിദേശ ആധിപത്യത്തിനും വിദേശ ഇടപെടലിനും അനുകൂലമായ നിലപാട് മഞ്ചു രാജവംശം സ്വീകരിച്ചപ്പോൾ ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധ സ്വരം ഉയർന്നു വന്നു. അത് ചൈനയിലെ രഹസ്യ സംഘടനകളാണ് ആ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അതാണ് ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ബോക്സർമാരുടെ മുഷ്ടി ഉണ്ടല്ലോ, ബോക്സർമാരുടെ മുഷ്ടി, അതായിരുന്നു അതിൻ്റെ മുദ്ര. അതുകൊണ്ടാണ് ഇതിനെ ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത്. ബോക്സർ കലാപത്തെ വിദേശ ശക്തികളുടെ സപ്പോർട്ടോടുകൂടി തന്നെ മഞ്ചു രാജവംശം അടിച്ചമർത്തുകയാണ് ചെയ്തത്. എങ്കിലും പിന്നീട് നടക്കുന്ന വിപ്ലവങ്ങൾക്ക് പ്രചോദനമാവാൻ ആർക്ക് കഴിഞ്ഞു? ബോക്സർ കലാപത്തിന് കഴിഞ്ഞു. അപ്പോൾ കറുപ്പ് യുദ്ധങ്ങൾ, തുറന്ന വാതിൽ നയം, അതിനെ തുടർന്നുണ്ടായ ബോക്സർ കലാപം. അപ്പോൾ അതോടുകൂടി വീണ്ടും വിദേശികളുടെ ആധിപത്യം ചൈനയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിദേശാധിപത്യം ഗുണവും ദോഷവും ചെയ്യാറുണ്ട്. ചൈനയെ സംബന്ധിച്ച് ഒരുപാട് ദോഷങ്ങളുണ്ടെങ്കിലും ഗുണം എന്ന നിലയിൽ ഉണ്ടായത് വിദേശ വിദ്യാഭ്യാസം ചൈനയിൽ കൊണ്ടുവന്നു. അതായത് യൂറോപ്യന്മാരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റവും എല്ലാം ചൈനയിൽ നടപ്പിലാക്കി തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് വളരെ നല്ല രീതിയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച് പുറത്തിറങ്ങുന്ന ചൈനീസ് യുവാക്കൾ
ചൈനയിൽ സൃഷ്ടിക്കപ്പെട്ടു. അതിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് സൺ യാത് സൺ എന്ന വ്യക്തി. ആ വ്യക്തിയുടെ പേരെന്താണ്? സൺ യാത് സൺ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ചൈനീസ് വിപ്ലവത്തിന് തിരികൊളുത്തി എറിയുന്നത്. അതായത് അദ്ദേഹം യൂറോപ്യൻ സ്റ്റൈലിൽ പഠിച്ചു പുറത്തു വന്ന ആളാണ്, പക്ഷെ ചൈനക്കാരനാണ്. അദ്ദേഹം 1911 മഞ്ജു രാജവംശത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടത്തി. 1911 അദ്ദേഹം വിപ്ലവം നടത്തി. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകൾ 3 എണ്ണമാണ്. 1 ദേശീയത, 2 ജനാധിപത്യം, 3 സോഷ്യലിസം. ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഞ്ജു രാജവംശത്തെ പുറത്താക്കുക, വിദേശികളെ ചൈനയിൽ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളതാണ് ദേശീയത. ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, രാജഭരണം അവസാനിപ്പിച്ചിട്ട് ജനാധിപത്യ രീതിയിൽ ഭരണം കൊണ്ടുവരിക. സോഷ്യലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിഭജിച്ച് ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുക. അതായത് ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റം കൊണ്ടുവരിക എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സൺ യാത് സെൻ്റെ 3 ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. തെറ്റിക്കരുതെന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളതാണ് സൺ യാത് സെൻ്റെ ആശയങ്ങൾ. അപ്പോൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സൺ യാത് സെൻ്റെ വിപ്ലവം നടന്ന വർഷം 1911. സൺ യാത് സെൻ്റെ വിപ്ലവം നടന്ന വർഷം 1911. ഇതോടുകൂടി രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കുന്നു. അപ്പോൾ ചൈനയിലുണ്ടായിരുന്ന മഞ്ജു രാജവംശത്തിൻ്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചത് സൺ യാത് സെൻ ആണ്. തെറ്റിക്കരുത്. 1911 ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് നടന്ന സൺ യാത് സെൻ്റെ വിപ്ലവത്തെ തുടർന്ന് ചൈനയിൽ രാജഭരണം അവസാനിക്കുന്നു. തുടർന്ന് കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചു. കുമിന്താങ്ങുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഈ സമരം നയിച്ചത്. അതിൻ്റെ നേതാവാണ് സൺ യാത് സെൻ. കുമിന്താങ് പാർട്ടി പിന്നീട് 1912 രൂപീകരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തുടക്കക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യകാല പ്രവർത്തകരാണ് ഈ സമരം നയിച്ചത്. ആധുനിക ചൈനയുടെ സ്രഷ്ടാവ് എന്ന് വിളിക്കുന്നത് സൺ യാത് സെന്നെയാണ്. തെറ്റിക്കരുത്. ആധുനിക ചൈനയുടെ സ്രഷ്ടാവ് എന്ന് വിളിക്കുന്നത് ആരെ? സൺ യാത് സെന്നെ. അപ്പം വ്യക്തമായിട്ട് ഈ ഭാഗം ഒന്ന് പഠിക്കുക. സൺ യാത് സെൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്നത് 1911. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയായിരുന്നു പ്രധാന ആശയങ്ങൾ. രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച വിപ്ലവമായത് കുമിന്താങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം വന്നു. ആധുനിക ചൈനയുടെ സ്രഷ്ടാവ്. അപ്പോൾ സൺ യാത് സെൻ്റെ നേതൃത്വത്തിൽ ചൈന റിപ്പബ്ലിക് ആവുന്നു. ഓക്കെ. അതിനുശേഷം കുമിന്താങ് പാർട്ടി എന്ന് പറഞ്ഞാൽ സൺ യാത് സെൻ ആണ് നേതൃത്വം കൊടുക്കുന്നത്. സ്ഥാപകനും സൺ യാത് സെൻ തന്നെയാണ്. കുമിന്താങ് പാർട്ടി ആയിട്ട് രൂപീകരിച്ചത് 1912. അതായത് അവരുടെ ഭരണം പിടിച്ചെടുത്തതിന് ശേഷമാണ് പാർട്ടി സ്ഥാപിക്കുന്നത്. കുമിന്താങ്ങുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം അതിന് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ കുമിന്താങ് പാർട്ടി സ്ഥാപിച്ചത് 1912. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഗതാഗതം ഇതായിരുന്നു കുമിന്താങ് പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ. വളരെ ബേസിക്കാണ്. ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. അതിന് പുറമെ അത് നമുക്കറിയാമല്ലോ. അതിന് പുറമെ ഗതാഗതം കൂടി ഉൾപ്പെടുത്തി. ഇതാണ് കുമിന്താങ് പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ. അങ്ങനെ കുമിന്താങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം നടന്നു. സൺ യാത് സെൻ ആണ് നേതൃത്വം കൊടുത്തത്. ആ സൺ യാത് സെന് നല്ല രീതിയിൽ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ സൺ യാത് സെൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് അറിയാമല്ലോ, സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ്. അപ്പോൾ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾ രാഷ്ട്രത്തിൽ നടപ്പിലാക്കാൻ റഷ്യയുടെ സപ്പോർട്ടും കൂടി സൺ യാത് സെൻ തേടി. അതിൻ്റെ ഭാഗമായിട്ട് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്ഥാപിതമായി. അങ്ങനെ ചൈനയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുന്നത് 1921. അപ്പോൾ മറന്നു പോരുത്, കുമിന്താങ് പാർട്ടി 12. ആ 12 തിരിച്ചെഴുതുമ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവും 1921. ആദ്യകാലങ്ങളിൽ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിന്താങ് പാർട്ടി ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിച്ചത്. അതായത് സൺ യാത് സെൻ്റെ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമാണ് രാജ്യത്തിൽ നടപ്പിലാക്കിയത്. പക്ഷേ റഷ്യയെ പോലുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ചൈനയ്ക്ക് വേണ്ടി വന്നു. തുടർന്ന് അപ്പോൾ അറിയാമല്ലോ, റഷ്യൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ചൈനയിൽ പ്രചരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി. സൺ യാത് സെന് യാതൊരുവിധ എതിർപ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും യാതൊരുവിധ എതിർപ്പും സൺ യാത് സെനോടും ഇല്ല. രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട്, അതായത് കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയി, ചൈനയെ മുമ്പോട്ട് കൊണ്ടുപോയി. പക്ഷേ എന്താണ് സംഭവിച്ചത്? 1925 സൺ യാത് സെൻ അന്തരിക്കുന്നുണ്ട്. സൺ യാത് സെൻ അന്തരിച്ചതിന് ശേഷം വന്ന ആളുടെ പേര് ചിയാങ് കൈഷക് എന്നാണ്. വീട്ടിൽ ഇരുന്ന് ഒരു 25 ടൈംസ് എഴുതി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര ബുദ്ധിയുള്ള ആളായാലും തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത്. സൺ യാത് സെന് ശേഷം വന്ന ആളുടെ പേര് ചിയാങ് കൈഷക് എന്നാണ്. ഒന്നുകൂടി ആ പേര് പറഞ്ഞേ. ചിയാങ് കൈഷക് എന്നാണ്. അദ്ദേഹമായിരുന്നു ഭരണത്തലവൻ. കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള സഹകരണം ഇതോടുകൂടി ഇല്ലാതാവുന്നു. ചിയാങ് കൈഷക് വന്നപ്പോൾ സൺ യാത് സെൻ്റെ നയങ്ങളല്ലായിരുന്നു അദ്ദേഹം പിന്തുടർന്നത്. സ്വാഭാവികമായിട്ടും കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തെറ്റിപ്പിരിഞ്ഞു. ചിയാങ് കൈഷക് കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടാൻ തുടങ്ങി. അതിനുവേണ്ടി ചിയാങ് കൈഷക് കൊണ്ടുവന്ന രഹസ്യ സേനയാണ് ബ്ലൂ ഷർട്ട്സ്. മറന്നു വരുത്, ബ്ലൂ ഷർട്ട്സ്. ഇതിനെതിരെ റെഡ് ആർമി എന്നൊരു ആർമി കമ്മ്യൂണിസ്റ്റുകളും സ്ഥാപിച്ചു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടാൻ വേണ്ടി ചിയാങ് കൈഷക് കൊണ്ടുവന്നത് ബ്ലൂ ഷർട്ട്,
കമ്മ്യൂണിസ്റ്റുകളുടേത് റെഡ് ആർമി. ചിയാങ് കൈഷക്കിൻ്റെത് ബ്ലൂ ഷർട്ട്, കമ്മ്യൂണിസ്റ്റുകളുടേത് റെഡ് ആർമി. അപ്പോൾ സൺയാസൻ അന്തരിച്ച വർഷം 1925. അതിനുശേഷം അധികാരത്തിൽ വന്നത് ചിയാങ് കൈഷക്. കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള സഹകരണം അതോടെ ഇല്ലാതാവുന്നു. ചിയാങ് കൈഷക് കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടാൻ തുടങ്ങുന്നു. അദ്ദേഹം ബ്ലൂ ഷർട്ട്സ് ഉണ്ടാക്കുന്നു, കമ്മ്യൂണിസ്റ്റുകൾ റെഡ് ആർമി ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടന്നപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് മാവോ സേത്തുങ്. മറന്നുപോരുത്, മാവോ സേത്തുങ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ മാവോ സേത്തുങ് അദ്ദേഹം നയിച്ച യാത്രയാണ് ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ ഈ AKGയുടെ പട്ടിണി ജാഥ, VT ഭട്ടതിരിപ്പാടിൻ്റെ യാചനായാത്ര തുടങ്ങിയ പഠിക്കില്ല. അതുപോലെ ചൈനയിൽ നടന്നൊരു മാർച്ചാണ് ലോങ് മാർച്ച്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് മാർച്ചിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അത് മാവോ സേത്തുങ് ആണ്. ലോങ് മാർച്ചിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മാവോ സേത്തുങ് ആണ്. ആ ലോങ് മാർച്ച് എന്തിനു വേണ്ടിയാണ്? ഈ ചൈനയിലുള്ള നിലവിലുള്ള സാമ്പത്തിക സാമൂഹിക അസമത്വം ഇല്ലാതാക്കാനും കുമിന്താങ് പാർട്ടിയുടെ ഭരണത്തെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച്. നേതൃത്വം കൊടുത്ത മാവോ സേത്തുങ് 1934 ഒക്ടോബർ 16 മുതൽ 1935 ഒക്ടോബർ 20 വരെ നീണ്ടു നിന്നതാണ് ലോങ് മാർച്ച്. അപ്പം നിങ്ങൾ ആ ഡേറ്റ് ഒന്നും ചോദിക്കൂല, വർഷം ഓർത്തിരിക്കുക, 34, 35. അപ്പോൾ ഇത് കുമിന്താങ്ങുകൾക്കെതിരെയുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ പ്രതിഷേധവും കൂടിയാണ്. ഏകദേശം 90,000 പേരാണ് ഈ ലോങ് മാർച്ച് പങ്കെടുത്തത്. ഒരു വർഷക്കാലം നീണ്ടു നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 34 ഒക്ടോബർ 14 മുതൽ 35 ഒക്ടോബർ 20 വരെ ലോങ് മാർച്ച് മാവോ സേത്തുങ് നടത്തി. അത് എവിടം മുതൽ എവിടം വരെ? ടെക്സ്റ്റ് ബുക്കിലുള്ളതാണേ. കിയാങ്സി മുതൽ യാനൻ വരെ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. കിയാങ്സി മുതൽ യാനൻ വരെ. യാനൻ എന്ന് പറഞ്ഞൊരു പ്രവിശ്യയാണ്. കറക്റ്റ് സ്ഥലം ഷെൻസിയാണ്. ഷെൻസി. കിയാങ്സി മുതൽ ഷെൻസി വരെ. ഷെൻസി എവിടെയാണ്? യാനൻ എന്ന സ്ഥലത്താണ്. 12,000 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇതാണ് ലോങ് മാർച്ച്. ഇത് മാവോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ താവളം മാറ്റുന്ന ഒരു യാത്രയായിരുന്നു. അവരുടെ താവളം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷേ ഈ യാത്രയിൽ കമ്മ്യൂണിസ്റ്റുകൾ ഏകദേശം 90,000 പേരുണ്ട്. അവർ ഭൂമി കൂടുതലുള്ളവരിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് ദാനം ചെയ്താണ് പോയത്. അതായത് ഭൂവുടമകളിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് ദാനം ചെയ്തു പോകുന്നു, ഭൂരഹിതർക്ക് ദാനം ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സും കൂടി ലോങ് മാർച്ചിലുണ്ടായിരുന്നു. ഇതോടുകൂടി മാവോ സേത്തുങ്ങിന് ചൈനയിൽ ജനപ്രീതി നേടാൻ കഴിഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുമിന്താങ്ങുകളെക്കാളും ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞു. ഇതിലൂടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടുതൽ ശക്തി ആർജിക്കുവാൻ കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ലോങ് മാർച്ചോടുകൂടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ട്രോങ് ആവുന്നു. അതായത് ഏത് നിമിഷവും കുമിന്താങ് പാർട്ടിയെ താഴെ ഇറക്കാനുള്ള കഴിവ് ചൈനീസ് പാർട്ടിക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. പക്ഷേ 35 ഇത് അവസാനിക്കുന്നു. 35 ലോങ് മാർച്ചിന് ശേഷം എങ്ങനെയെങ്കിലും ഈ ചിയാങ് കൈഷക്കിനെ പുറത്താക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മാവോ സേത്തുങ് നടക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, 2 പോയിന്റുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രഖ്യാപിച്ചത് മാവോ സേത്തുങ് ആണ്. തെറ്റിക്കരുത്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ. അതുപോലെ 100 പൂക്കൾ വിരിയട്ടെ, 100 ആശയങ്ങൾ ഏറ്റുമുട്ടട്ടെ എന്ന് പ്രഖ്യാപിച്ചതും മാവോ സേത്തുങ് ആണ്. 2 കോട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഒന്ന്, വിപ്ലവം തോക്കിൻ കുഴലിലൂടെ മാവോ സേത്തുങ്. 100 പൂക്കൾ വിരിയട്ടെ, 100 ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞതും മാവോ സേത്തുങ് ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതു വിധേനയും ചിയാങ് കൈഷക്കിനെ പുറത്താക്കി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്താണ് 1937 ആയപ്പോൾ ചൈനയുടെ ശത്രുവായ ജപ്പാനും ചൈനയുമായിട്ട് യുദ്ധം വരുന്നത്. അപ്പോൾ ഈ ചൈനയ്ക്കകത്തുള്ള 2 ശത്രുക്കൾ ഒറ്റ ടീമായി. ആരൊക്കെ? കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും. 39 ആയപ്പം നിങ്ങൾക്കറിയാം, 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചു. തുടർച്ചയായിട്ട് വീണ്ടും ജപ്പാനെതിരെ യുദ്ധങ്ങൾ. അങ്ങനെ 1937-45 പറഞ്ഞ ആ പീരീഡ് മുഴുവനും കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ജപ്പാനെതിരെ പോരാട്ടമായിരുന്നു. കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും സഹകരിച്ചുകൊണ്ട് ജപ്പാനെതിരെ സംയുക്തമായി യുദ്ധം ചെയ്തു. 2ാം ലോക മഹായുദ്ധാനന്തരം കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും പഴയതുപോലെ 2 ചേരിയിലായി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയുടെ അധികാരം പിടിച്ചെടുക്കുന്നു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ചേരിയിലായി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയുടെ ഭരണം പിടിച്ചെടുത്തു. 1949 ഒക്ടോബർ 1 ചൈന ജനകീയ റിപ്പബ്ലിക് ആവുന്നു. അപ്പോൾ ചൈന ജനകീയ റിപ്പബ്ലിക്കായ ഡേറ്റ് ചോദിച്ചാൽ 1949 ഒക്ടോബർ 1. ചൈന ജനകീയ റിപ്പബ്ലിക്കായ ഡേറ്റ് 1949 ഒക്ടോബർ 1 മാവോ സേത്തുങ്ങിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാം. ഇതിൽ ടെക്സ്റ്റ് ബുക്കും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തോളുക. ആദ്യം കറുപ്പ് വ്യാപാരവും കറുപ്പ് യുദ്ധവും. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണേ. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു.
ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. തുടർന്നുണ്ടായതാണ് കറുപ്പ് യുദ്ധങ്ങൾ ഇംഗ്ലണ്ടും ചൈനയും തമ്മിൽ 1839-42, 1856, 1860. ഓക്കെ, നെക്സ്റ്റ് തുറന്ന വാതിൽ നയം. എക്സാമിന് ചോദിക്കേ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു തുറന്നവാതിൽ നയത്തിൻ്റെ ലക്ഷ്യം. അത് പ്രഖ്യാപിച്ച അമേരിക്കൻ സെക്രട്ടറിയുടെ പേര് മറന്നുവരുത്, ജോൺ ഹേയ് എന്നാണ്. നെക്സ്റ്റ് ബോക്സർ കലാപം വ്യക്തമായി പഠിച്ചതാണ് നമ്മൾ. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ കലാപം നടത്തി. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുഖമുദ്ര. ഇത് ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെട്ടു. പരാജയപ്പെട്ടുവെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. അപ്പോൾ കറുപ്പ് യുദ്ധങ്ങളും തുറന്ന വാതിൽ നയവും ബോക്സർ കലാപവും ചൈനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് സൺയാറ്റ്സെൻ്റെ വിപ്ലവം. 1911 സൺയാറ്റ്സെൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. പഠിച്ചേ, ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൺയാറ്റ്സെൻ്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചു. സൺയാറ്റ്സെന്നെ ആധുനിക ചൈനയുടെ സൃഷ്ടാവായി വിളിക്കുന്നു. സൺയാറ്റ്സെൻ്റെ ആശയങ്ങൾ ഇമ്പോർട്ടൻ്റ്: ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നാണ് ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. ഇതാണ് സൺയാറ്റ്സെൻ്റെ ആശയങ്ങൾ. നെക്സ്റ്റ് കുമിന്താങ് പാർട്ടി. സൺയാറ്റ്സെൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു കുമിന്താങ് പാർട്ടി. കുമിന്താങ് പാർട്ടിയുടെ 4 പ്രധാന ലക്ഷ്യങ്ങളാണ് നമുക്കറിയാം. ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, പിന്നെ ഗതാഗതം വേണം. പടിഞ്ഞാറ് രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട് സൺയാറ്റ്സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലയിൽ ചൈനയ്ക്ക് ലഭിക്കുകയും 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും സഹകരിച്ച് പ്രവർത്തിച്ചു. അതിനുശേഷം 1925 സൺയാറ്റ്സെൻ മരിക്കുന്നു. ചിയാൻ കൈഷക് ഭരണത്തിൻ്റെ തലവനായി വന്നതോടെ ഈ സഹകരണം ഇല്ലാതായി. ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. അമേരിക്കയ്ക്ക് ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി ആരുയർന്നു വരുന്നു? മാവോ സേതുങ് ഉയർന്നു വരുന്നു. ഓക്കെ, പിന്നെ ലോങ് മാർച്ച് വളരെ ഇമ്പോർട്ടൻറ്റ്. 1934 ഒക്ടോബർ 16 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസ്യമായ യാത്ര 1935 ഒക്ടോബർ 20 ഷെൻസിയിൽ അഥവാ യാനനിൽ എന്ത് ചെയ്തു? അവസാനിച്ചു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമി അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. 90,000 പേര് ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് ചൈന ജനകീയ റിപ്പബ്ലിക് ആവുന്നത് ചോദിക്കും. വിദേശാധിപത്യത്തിനെതിരെ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേതുങ്ങും മാറി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിന്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി. അപ്പോൾ ചൈന റിപ്പബ്ലിക്കായത് 11-ലാണ്. ജനകീയ റിപ്പബ്ലിക്കായ 49 ഒക്ടോബർ 1 പുതിയ ജനാധിപത്യ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായിരുന്നു ഇത്. സമ്പദ് വ്യവസ്ഥയെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാക്കുകയും സ്വകാര്യ ഉടമസ്ഥത അവസാനിപ്പിക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് തത്വമാണ്. ഒരു സോഷ്യലിസ്റ്റ് മാനിനെ സൃഷ്ടിക്കുകയായിരുന്നു മാവോയുടെ ലക്ഷ്യം. ഇത് 5 ഇടങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. അതായത് സമൂഹത്തിലെ 5 കാര്യങ്ങൾ എല്ലാവർക്കും തുല്യമായി വിഭജിച്ച് കൊടുക്കണം എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് തത്വം കൊണ്ട് ചൈനയിൽ മാവോ സേതുങ് ഉദ്ദേശിച്ചത്. അതായത് ഭൂമി, ജനങ്ങൾ, തൊഴിലാളി, ശാസ്ത്രം, പൊതുസ്വത്ത്, ഇവിടെ എല്ലാം ഒരു സമത്വം ഉണ്ടാവണം എന്ന് മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ എന്ന ഗവൺമെൻറ് ഉണ്ടായിരുന്നു. 5 ഇടങ്ങളിൽ അധിഷ്ഠിതമായിക്കൊണ്ട് പിതൃഭൂമിയിലും ജനങ്ങളിലും തൊഴിലാളിയിലും ശാസ്ത്രത്തിലും പൊതുസ്വത്തിലും അധിഷ്ഠിതമായ സമത്വത്തിലൂന്നിയ ഒരു ഭരണമാണ് മാവോ സേതുങ് ആഗ്രഹിച്ചത്. കർഷകർക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി മാവോ പൊതുസംഘടനകൾ രൂപീകരിച്ചു. ഇത്രയും വസ്തുതകളാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കറുപ്പ് യുദ്ധം. ഓക്കെ, കറുപ്പ് യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്നത് തുറന്ന വാതിൽ നയം.
തുറന്ന വാതിൽ നയം കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ടത് ബോക്സർ കലാപം. ബോക്സർ കലാപം കഴിഞ്ഞിട്ട് സണിയാസെൻ്റെ നേതൃത്വത്തിൽ ചൈന റിപ്പബ്ലിക് ആവുന്നു. 911 ചൈന റിപ്പബ്ലിക് ആവുന്നു. പിന്നെ 925 സണിയാസൻ അന്തരിക്കുന്നു. തുടർന്ന് ചിയാൻ കൈഷക്ക് വരുന്നു. ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം ചെയ്യുന്നു. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേത്തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക് ആവുന്നു. വീണ്ടും 100 പൂക്കൾ വിരിയട്ടെ, 100 ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞത് മാവോ സേത്തുങ്ങാണ്. പ്രസ്താവനകൾ മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. കൃത്യമായി പഠിച്ചിരിക്കുക. താങ്ക്